ഡോക്ടർ കൊച്ചുറാണി ജോസഫ് കൂടി സാമ്പത്തിക വിദഗ്ധ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി കൊച്ചുറാണി, ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് വളരെ ആശ്വാസവും സന്തോഷവും കരുതുന്ന ഒരു തീരുമാനമുണ്ടാകുന്നു. പല മേഖലകളിലേക്കും ഈ ഇൻഫ്രാസ്ട്രക്ചർ, അത് തന്നെയാണല്ലോ വികസനം. ഒരു സമൂഹം വികസിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനം അതുവഴി ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതകൾ, ആളുകളിലേക്ക് പണം എത്തുന്നതൊക്കെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമഗ്ര വികസനമോ സമഗ്ര ക്ഷേമമോ ലക്ഷ്യമാക്കുന്ന നിലയിൽ ഈ ബജറ്റിനെ കണക്കാക്കാമോ? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഒരു ഹൈക്ക്, അല്ലെങ്കിൽ ഒന്ന് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു, 2 DA കുടിശ്ശിക ഘട്ടഘട്ടമായി കൊടുക്കുമെന്ന് പറഞ്ഞു, അടുത്ത മാസം തന്നെ 1 ഗഡു നൽകുമെന്ന് പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശാവഹമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമഗ്ര വികസനം, സമ്പൂർണ്ണ മനുഷ്യൻ്റെ സമഗ്ര വികസനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഇൻ്റഗ്രൽ ഗ്രോത്ത്, അത് നമ്മൾ സാധ്യമാകുന്ന എപ്പോഴും വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണല്ലോ. നമുക്കൊരു ബജറ്റിനെ പല രീതിയിൽ വായിച്ചെടുക്കാമല്ലോ. അതിനൊരു എക്കണോമിക് വായനയുണ്ട്, അതിനൊരു സോഷ്യൽ വായനയുണ്ട്, അതിനൊരു ഇലക്ഷൻ വായനയുണ്ട്, അതിനൊരു പൊളിറ്റിക്കൽ വായനയുണ്ട്. ബജറ്റിനെ പല രീതിയിൽ വായിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമഗ്ര വികസനത്തിൻ്റെ ആംഗിളിലൂടെ അത് വായിച്ചെടുക്കുമ്പോൾ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസ് പോലെയൊക്കെയുള്ള മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ബജറ്റിൽ എന്ത് ലഭിക്കുന്നു എന്നതാണ് നമ്മൾ വായിച്ചെടുക്കാൻ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വയോജന ബജറ്റ് എന്ന മന്ത്രി പറഞ്ഞ പോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് പ്രാധാന്യം നൽകുന്നൊരു ബജറ്റാണ്. അവരുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷൻ മെത്തേഡുകൾ, ഈവൻ അവർക്കുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ് തുടങ്ങിയ സെറ്റപ്പിനൊക്കെ കോടികൾ മാറ്റിവെച്ചതായിട്ടൊക്കെ നമ്മൾ വായിച്ചു കേട്ടു. അതുപോലെ കുട്ടികളുടെ ഇൻഷുറൻസ് പദ്ധതി, സ്കൂൾ കുട്ടികളുടെ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുമ്പം നമുക്കറിയാം ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഏറ്റവും അധികമായിട്ട് തുടങ്ങേണ്ടത് സ്കൂൾ തലത്തിലാണല്ലോ. സാമ്പത്തികമായിട്ടുള്ളൊരു സാക്ഷരത ഇല്ലാതെ വളരുന്നത് ഇന്ന് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. പണം കൈകാര്യം ചെയ്യാനൊക്കെ മണി മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒരു ആർട്ട് പഠിക്കാതെ വരുന്നത് കൊണ്ട് സ്കൂൾ